അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖബർസ്ഥാനത്തിൽ ഊതുബത്തി കത്തിച്ച് വെക്കുന്നതിനെ സംബന്ധിച്ച് പലരും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുപ്പകാലം മുതൽ അതിനു മുമ്പും ഒരാൾ മരിച്ചാൽ ആ മയ്യത്ത് മറവ് ചെയ്ത സന്ദർഭത്തിൽ ഖബറിൻ്റെ അടുത്ത് ഊതുബത്തി കത്തിച്ച് വെക്കാറുണ്ട് യാസീൻ ഓതുമ്പോൾ. അതേപോലെ തന്നെ അവരവരുടെ കുടുംബത്തിൻ്റെ ഖബർസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ആ ഖബറിൻ്റെ അടുത്ത് ഊതുബത്തി കത്തിച്ച് വെക്കൽ സാധാരണ എല്ലാ നാടുകളിലും ഉണ്ട്. അതേപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മക്ബറയിൽ സദാസമയം ഊതുബത്തി കത്തിക്കൽ പതിവുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ മക്ബറിൻ്റെ അരികിലേക്കും മുഅ്മിനീങ്ങളെ ഖബർസ്ഥാനത്തിലേക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവർ സുഗന്ധത്തിന് വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടിട്ട് ഖബർസ്ഥാനത്തിലേക്കെല്ലാം റൈഹാൻ പുഷ്പം, മണമുള്ള പുഷ്പമെല്ലാം ഇടാമെന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ തന്നെ നല്ല വാസനയുള്ള സുഗന്ധമുള്ള ഊതുബത്തി അത് മക്ബറയിലും ഖബർസ്ഥാനത്തിലെല്ലാം ആ ഉദ്ദേശത്തിൽ മലക്കുകളെ സന്തോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ അതാണ് അവിടെല്ലാം കത്തിച്ച് വെക്കുന്നത്. അതുകൊണ്ട് അതൊരു ആക്ഷേപാർഹമായ വിഷയം അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഉദ്ദേശം നല്ലതാണ്. അതുകൊണ്ട് അതോടൊപ്പം ഖബറിൻ്റെ മേളിലല്ല, ഖബറിൻ്റെ അടുത്താണ് അതിനെ കത്തിച്ച് വെക്കേണ്ടത്, ഒരു നല്ല വാസന വരാൻ വേണ്ടി. ബുഖൂർ വീട്ടിലെന്തോ ഫങ്ഷൻ ആകുമ്പോൾ, നല്ല മൗലൂദ് ചെല്ലുമ്പോൾ, അതേപോലെ പള്ളിയിലെല്ലാം ബുഖൂർ ഉണ്ടാക്കൽ, അതായത് ഉലുവവും കൊണ്ട് പുക, നല്ല സുഗന്ധമുള്ള ഊതുകൊണ്ട് പോലത്തത് കൊണ്ടിട്ട് പുക വരുത്തൽ, അതെല്ലാം നല്ല കാര്യമാണ് എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് നല്ല വാസന വരൽ, രണ്ടാമത്തെ ഈ ബുഖൂർ കൊണ്ടിട്ട് ഹവാമാനത്തിൽ എന്തെങ്കിലും മലിനമായിട്ടുണ്ടെങ്കിൽ അതിനെ വൃത്തിയാക്കുമെന്ന്, കൃമിനെ നശിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് ദർഗയിലെല്ലാം ഊതത്തിയെല്ലാം കത്തിക്കുന്നത്. അവിടെ പുകയിടൽ കൊണ്ടിട്ട് അവിടെയുള്ള ചില കൃമികളെല്ലാം അത് നശിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉദ്ദേശവും ഉണ്ട്. അതുകൊണ്ട് അതിനെല്ലാം ഒരു ബിദ്അത്താണ് എന്നും ആക്ഷേപർഹമായ രൂപത്തിൽ സംസാരിക്കേണ്ടത് ഇല്ല. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഏതോ ഒരു നാട്ടിൽ ഊതുബത്തി കത്തിച്ചത് കൊണ്ടിട്ട് ഖബർസ്ഥാനത്തിലേക്ക് തീ പിടിച്ചു എന്ന്. അത് ഊതുബത്തി കത്തിച്ചതിൻ്റെ മിസ്റ്റേക്കല്ല, അതാത് നാട്ടിൻ്റെ മഹല്ലിൽ ഖബർസ്ഥാനത്തിന് കൊല്ലത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും വൃത്തിയാക്കൽ ആ മഹല്ല് നിവാസികളുടെ കർത്തവ്യമാണ്, ജമാഅത്തിൻ്റെ കർത്തവ്യമാണ്. പ്രത്യേകിച്ചും ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ, അതേപോലെ നല്ല നല്ല ദിവസം ഖബർ സിയാറത്താക്കൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ദിവസങ്ങളുണ്ട് അവരവരുടെ കുടുംബത്തിന്. ആ സന്ദർഭത്തിലെല്ലാം അവരെ ഖബർസ്ഥാനത്തിന് നല്ല വൃത്തിയാക്കി വെക്കൽ കടമയാണ്. സാഹിര്യങ്ങൾക്ക് സിയാറത്തിന് പോകാൻ സൗകര്യം ചെയ്തു. ഈ ഖബർസ്ഥാനം പാമ്പുകളും തേളുകളും നായികളും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു കാടായി അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. മോമിനിങ്ങൾ താമസിക്കുന്ന അവരുടെ വീടാണ്, മലക്കുകൾ വരുന്ന വീടാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഒരു മഹാനവരുടെ കിതാബിൽ എഴുതിയിട്ടുണ്ട്, കൊല്ലത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും അവരവരുടെ ഖബർസ്ഥാനം, അവരുടെ മഹല്ലിൻ്റെ ഖബർസ്ഥാനം അതിനെ വൃത്തിയാക്കൽ അത് അത്യാവശ്യമാണ് എന്ന് മഹാനവറുകൾ എഴുതിയിട്ടുണ്ട് മൂപ്പരൊരു പുസ്തകത്തിൽ. എന്ന് പറഞ്ഞാൽ മോമിനികളെ വീടാണ്, അതിനെ വൃത്തിയിൽ വെക്കലും അത് പാമ്പുകളും തേളുകളും
ഇതര ജന്തുക്കളും വന്നിട്ട് കൂടാനുള്ള സ്ഥലമല്ല, അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ വൃത്തിയാക്കിയിട്ട് വെക്കണം. അവിടെ ഇങ്ങനെ തീ പിടിക്കും പോലെ കാടായി ഉപേക്ഷിച്ചത് കൊണ്ടിട്ടാണ് അങ്ങനെ തീ പിടിക്കുന്നത്. അതല്ല, പെരുന്നാൾ ദിവസം വരുമ്പോൾ മോമിനികൾ സിയാറത്തിനെല്ലാം പോകുമ്പോൾ അറിഞ്ഞത് കൊണ്ടിട്ട് അതായത് മഹല്ലിൻ്റെ ജമാഅത്തുകാർ ശ്രദ്ധിച്ചിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് വെക്കൽ അവരെ കർത്തവ്യമാണ്. അങ്ങനെ വൃത്തിയാക്കി വെച്ചാൽ പിന്നെ ഇങ്ങനെ തീ പിടിക്കുന്നുണ്ടാവില്ല, അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് ഊതുബത്തി കത്തിച്ച് വെച്ചതല്ല തെറ്റ്, വൃത്തിയാക്കിയിട്ട് തീ പിടിച്ചിട്ട് ഒരു കാട് പോലെ ആക്കിയിട്ട് വെച്ചതാണ്, തീ പിടിച്ചിട്ട് കത്തുന്ന ഒരു കാട് പോലെ ആക്കിയിട്ട് വെച്ചതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം ആ ഊതുബത്തി ചാണകത്തിൽ നിന്ന്, നജിസിൽ നിന്ന് ആക്കിയതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെ അവിടെ എവിടെയും കത്തിക്കാൻ പാടില്ല. പള്ളിയിലും പാടില്ല, വീട്ടിലും പാടില്ല, ഖബർസ്ഥാനത്തിലും പാടില്ല. പക്ഷേ അതൊന്നും ഒരു തെളിഞ്ഞ വിഷയമല്ല, അങ്ങനെ ആക്കുന്നത് തോന്നുമില്ല. അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെന്തില്ല, അതിൻ്റെ കച്ചവടം പോലും ചെയ്യാൻ പാടില്ല. ഊതുബത്തി നജീസ് ആണ് എന്നറിഞ്ഞാൽ അത് കച്ചവടം പോലും ആക്കാൻ പറ്റിയതല്ല. ഇന്ന് സാധാരണ എല്ലായിടത്തും ഊതുബത്തി വിൽപ്പന നടത്തുന്നുണ്ട്. അതെല്ലാം നല്ല സുഗന്ധമുള്ള ഒരു വസ്തുവിൽ നിന്നിട്ട് ആക്കുന്നതാണ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നല്ലാതെ അത് നജിസിൽ നിന്നാക്കുന്നത് എന്ന് തെളിഞ്ഞിട്ടൊന്നും ഇല്ല. അങ്ങനെ തെളിഞ്ഞിക്കഴിഞ്ഞാൽ 100% തെളിഞ്ഞിക്കഴിഞ്ഞാൽ ഇനി എവിടെയും ഉപയോഗിക്കാൻ പാടില്ല, അതിനെ വിൽപ്പന നടത്താൻ പോലും പാടില്ല.